ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ വായിക്കുന്ന രണ്ട് ബുക്കുകളാണ്. ഒന്ന് ആസ്ഥ അക്കാഡമിയുടെ കറണ്ട് അഫെയറും, രണ്ട് ആസ്ഥ അക്കാഡമിയുടെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ ഈ ബുക്ക് രണ്ടുമാണ് ഇന്ന് ഇതാണ് ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബുക്കൊന്ന് നിങ്ങൾക്ക് ഇല്ലാത്തവർക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഈ ബുക്കുകളെ കുറിച്ച് പറയാമെന്ന് കരുതിയത്. അതിനു മുമ്പ് എനിക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്ന് വെച്ചാൽ എൻ്റെ ഒരു PSC ജേണിയെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്ന ഒരു വീഡിയോയെക്കുറിച്ചുമാണ്. അതിൻ്റെ തംബ്നെയിൽ സൈലോ ആപ്പിനി എനിക്ക് വേണ്ട ട്രിക്റ്റേൺ മതി എന്നായിരുന്നു. അപ്പോൾ അതിൽ കമൻറ്റ് കൂടുതലും വന്നത് സൈലത്തിലെ ടീച്ചേഴ്സ് സൂപ്പറാണ്, സൈലത്തിലെ ക്ലാസ് സൂപ്പറാണ് എന്നൊക്കെയാണ്. അപ്പോൾ സൈലത്തിലെ ടീച്ചേഴ്സ് മോശമാണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടേ ഇല്ല. സൈലത്തിലെ ക്ലാസ്സുകൾ മോശമാണെന്നും ഞാൻ വീഡിയോ പറഞ്ഞിട്ടില്ല. ആപ്പുകൾ യൂസ് ചെയ്യുന്നതിൽ വെച്ച് എനിക്ക് തോന്നിയത് ട്രിക്റ്റേണിൻ്റെ എൻഡിങ്ങും അവരുടെ ആ ക്ലാസ് ഡേയിലും അവർ നമ്മളൊരു ഫിനിഷിങ്ങിൽ എത്തിക്കുന്നത് 100% സക്സസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരുപാട് ക്ലാസ്സുകൾ ഒരുപാട് മണിക്കൂറുകളൊക്കെ പഠിച്ചിരിക്കുമ്പോൾ ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ അത്രയും പോർഷൻസ് എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം കവർ ചെയ്യുന്ന കുട്ടികൾ ഒരുപാട് പേര് അതിലുണ്ടെന്ന് ആ കമൻറ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ആ കമൻറ്റ് ചെയ്യാത്ത കുട്ടികളും അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷേ എന്നെക്കൊണ്ട് അത്രയും ക്ലാസ്സുകൾ കവർ ചെയ്യാനോ എക്സാം അടുപ്പിച്ച് ഒരുപാട് ക്ലാസ് തരുമ്പോൾ അതെല്ലാം ഫോളോ അപ്പ് ചെയ്ത് എക്സാം ടൈം ആകുമ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മൈൻഡല്ല എനിക്ക്. ഒരുപാട് സമയം വേണം. ചിലപ്പോൾ ഒരു ക്ലാസ് 1 2 3 തവണ കൂടുതൽ കേട്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നോട്ട് എഴുതിയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തു, 2 ആപ്പ് യൂസ് ചെയ്തതിൽ എനിക്ക് ട്രിക്റ്റേൺ തന്ന ഫ്രീ ക്ലാസ്സാണ് ബെറ്റർ എന്ന് തോന്നി. അതുകൊണ്ടാണ് ട്രിക്റ്റേൺ ആപ്പാണ് ബെറ്റർ. ഞാൻ ഇനി ആ ആപ്പാണ് പെയ്ഡായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നതെന്നാണ് ആ വീഡിയോ പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും സൈലത്തിലെ ടീച്ചേഴ്സ് മോശമെന്നോ സൈലത്തിലെ ക്ലാസ് മോശമെന്നോ അല്ല പറഞ്ഞത്. ആ ആപ്പ് എക്സാം സമയത്തോട് അടുക്കുമ്പോഴുള്ള ഒരു ഡിഫറൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ട്രിക്റ്റേൺ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്തപ്പോൾ എനിക്കത് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നി. എന്നെക്കൊണ്ട് പറ്റും എന്നെനിക്ക് തോന്നിയത് ട്രിക്റ്റേണാണ്. പിന്നെ സൈലത്തിലെ ടീച്ചേഴ്സിൻ്റെ കാര്യം, സൈലത്തിൽ ഫാരിസ് സാറിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സാണ് ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിലും ഗുരുവി മാമിൻ്റെ ക്ലാസ്സാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ നോട്ടും ഒക്കെ ഞാൻ എഴുതിയത് കാണിച്ചിട്ടുണ്ട്. ആ ടീച്ചേഴ്സ് നിങ്ങൾ എല്ലാവരും പോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചേഴ്സാണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാണ്, ഞാൻ പറഞ്ഞത് ആപ്പിൻ്റെ കാര്യം മാത്രമാണ്. ആപ്പിൻ്റെ ആ ഒരു സിസ്റ്റത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് ഒരു ബാക്കിലേക്കാണ് ഞാൻ അതിൽ നിൽക്കുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ അതിൽ മുന്നിലേക്ക് വന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ളൊരു മൈൻഡ് എനിക്ക് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ട്രിക്റ്റേൺ ആപ്പാണ് യൂസ് ചെയ്യുന്നതെന്ന് തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് സമയം എടുക്കും പഠിക്കാൻ. പെട്ടെന്ന് ബിലോ ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പെട്ടെന്ന് പഠിച്ചെല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാനെങ്കിൽ ഇതിനകത്ത് തന്നെ എനിക്ക് ഇത്രയും ആപ്പൊന്നും യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ അതിന് മുമ്പ് തന്നെ ജോലിയിൽ കയറിയത്. അപ്പോൾ എനിക്കൊരു ക്ലാസ്സൊക്കെ ഒന്ന് കൂടുതൽ പ്രാവശ്യം കേൾക്കണം. പിന്നെ എൻ്റെ ഒരു PSC ജേണി എന്ന് പറഞ്ഞാൽ ഞാൻ ഓഫ്ലൈനായിട്ട് ആദ്യം പോയത് ടാലൻറ്റ് അക്കാഡമിയിലാണ്. ആ സമയത്താണ് ഈ റാങ്ക് ഫയൽ ടാലൻറ്റിൻ്റെ തന്നെ വാങ്ങിയിട്ട് അവിടെ നമുക്ക് ക്ലാസ് തരും, ഇത്ര പേജസ് ഇന്ന് കവർ ചെയ്യണം. അപ്പോൾ നമ്മളത് പഠിച്ചിട്ട് വരും. ആ അടുത്ത ദിവസം അത് ടെസ്റ്റ് പേപ്പർ ആയിരിക്കും. അപ്പോൾ റാങ്ക് ഫയലുകൾ വാങ്ങി കൂട്ടിയ സമയത്തൊന്നും ഇതുപോലെയുള്ള ആപ്പുകളോ യൂട്യൂബ് ക്ലാസ്സസോ ഒന്നും ഇത്രയും അവൈലബിൾ ആയിട്ടില്ലായിരുന്നു. PSC കോച്ചിങ്ങിന് പോയിട്ടും മാത്സ് എനിക്കൊന്നും പഠിച്ച് അങ്ങ് മുന്നിലേക്ക് വരാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോഴാണ് യൂട്യൂബിൽ ജെറിൻ സാറിൻ്റെ ക്ലാസ് കണ്ടു തുടങ്ങിയത്. ജെറിൻ സാറിൻ്റെ ക്ലാസ് ട്രിക്റ്റേണെ കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് മാത്സിൽ ഞാൻ ബിഗ് സീറോ ആയിരുന്നു. സത്യം പറഞ്ഞാൽ സീറോ തന്നെയായിരുന്നു. എക്സാമിനൊന്നും മാത്സ് അറ്റൻഡ് ചെയ്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ജെറിൻ സാറിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, PSC എക്സാമിന് മാത്സ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ ഈ ജെറിൻ സാറ് പിന്നെ അക്കാഡമിയിൽ പോയി. അക്കാഡമിയിൽ പോയപ്പോൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അക്കാഡമിയുടെ ക്ലാസ്സസ് ഉണ്ട്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ അക്കാഡമിയുടെ ക്ലാസ് ഫോളോ ചെയ്യാതെ അവസാനം കുറേ കഴിഞ്ഞപ്പോൾ അക്കാഡമിയിലുള്ള സാറന്മാരെല്ലാവരും കൂടി സൈലത്തിലേക്ക് പോയി. യൂട്യൂബിൽ കിട്ടിക്കൊണ്ടിരുന്ന അക്കാഡമിയുടെ ക്ലാസ്സുകളിൽ നിന്നും കുറച്ചും കൂടി ബേസ് എനിക്ക് കിട്ടി തുടങ്ങി. കാരണം അത്രയും നല്ല ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ അക്കാഡമിയിൽ നിന്ന് സൈലത്തിലേക്ക് കുറേ ടീച്ചേഴ്സ് പോയി. അപ്പോൾ ഇനി സൈലം സെലക്ട് ചെയ്ത ടീച്ചേഴ്സിനെ വിളിച്ചാണ്, അങ്ങനെയൊന്നും ഐഡിയ ഇല്ല. അപ്പോൾ അക്കാഡമിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന 2 സാറന്മാരാണ് ഇപ്പോൾ ഫാൽക്കൺ PSCയും പിന്നെ റോഷൻ സാറും നമ്മുടെ ഓൾ ഇൻ വൺ PSC നടത്തുന്നത്. പിന്നെ അവർ വേറൊരു ആപ്പുകളിലൊന്നും പോവാതെ അവർ സ്വന്തമായിട്ട് നമ്മളെ ഓൾ ഇൻ വൺ PSCയും ഫാൽക്കൺ PSCയും സ്റ്റാർട്ട് ചെയ്തു. ആ സാറിൻ്റെയൊക്കെ ക്ലാസ് യൂട്യൂബിലുണ്ട്, നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. അപ്പോൾ അക്കാഡമിയിൽ അതൊക്കെ ബെസ്റ്റ് ക്ലാസ്സുകൾ തന്നെയായിരുന്നു. അപ്പോൾ അറിയാം, കുറേ ടീച്ചേഴ്സ് ഇങ്ങനെ മാറിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സെപ്പറേറ്റ് ആയിട്ട് ഇവരെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ജോഗ്രഫിയൊക്കെ കണ്ടിട്ടാണ് എനിക്ക് നന്നായിട്ട് ബേസ് തന്നെ കിട്ടിയത് കേട്ടോ. അക്കാഡമിയിൽ നിന്ന് നന്നായിട്ട് ബേസ് കിട്ടി. അതുപോലെ വേറൊരു സാറിന് യൂട്യൂബ് ചാനലുണ്ട്. ആ സാറിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ സാർ ഇങ്ങനെ വരച്ചൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അത് കണ്ടിട്ടാണ് ഓരോ നദികൾ ഒഴുകുന്നതും സംസ്ഥാനത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ എവിടെ നിന്നൊക്കെ ക്യാച്ച് ചെയ്തത് അവിടെ നിന്നാണ്. അപ്പോഴും ജെറിൻ സാർ അക്കാഡമിയിൽ നിന്ന് സൈലത്തിലേക്ക് പോയി. ആ സമയത്ത് നമ്മൾ ട്രിക്റ്റേൺ അവിടെ സജീവമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ക്ലാസ്സുകളൊക്കെ നമുക്ക് ലഭിക്കുകയും കറക്റ്റായിട്ട് എല്ലാ ക്ലാസ്സുകളും സാർ അതിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു. സൈലത്തിലേക്ക് പോയപ്പോൾ ജെറിൻ സാറിന് സൈലത്തിൽ പോയി.
സാറും സൈലത്തിലെത്തി. അപ്പോൾ ജെറിൻ സാർ സൈലത്തിലുള്ളപ്പോൾ സൈലത്തിൽ ജെറിൻ സാറിൻ്റെ ക്ലാസ് തന്നെയാണ് ഫോളോ ചെയ്തത്. അപ്പോൾ ജെറിൻ സാർ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു, കുറച്ചും കൂടി ഹാപ്പിയായി. പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സൈലംകാർ LDയുടെ റാങ്ക് ഫയൽ ഇറക്കിയായിരുന്നു. ആ റാങ്ക് ഫയൽ ഞാനും പ്രീ ബുക്ക് ചെയ്തു. പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി ഞാൻ കുറേ കംപ്ലയിൻറ്റും കമൻറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. കൺസ്യൂമർ കോഡ് കംപ്ലയിൻറ്റ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു വാട്സപ്പിൽ നമ്മളവർ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുക, അപ്പോൾ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുക, QR കോഡ് വഴി പേയ്മെൻറ്റ് ചെയ്യുക, സ്ക്രീൻഷോട്ട് അയച്ചതിന് ശേഷം നമ്മൾ അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. അപ്പോൾ എനിക്ക് ആ വാട്സപ്പ് ചെയ്ത ആൾക്ക് എനിക്ക് തന്ന ആളുടെ മിസ്റ്റേക്ക് ആയിരിക്കും. കാരണം എൻ്റെ ഈ നമ്പർ മാറിയോ അഡ്രസ്സ് മാറിയോ എന്തോ പറ്റി, റാങ്ക് ഫയൽ എനിക്ക് കിട്ടി. റാങ്ക് ഫയൽ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് മെസ്സേജും കംപ്ലയിൻറ്റും ഒക്കെ ചെയ്തു. എന്നിട്ടൊരു ഫലമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, മടുത്തത് നിർത്തി. ആ റാങ്ക് ഫയൽ വന്നിട്ടില്ല, ഇതുവരെയും വന്നിട്ടില്ല. അതിന് പകരം ഞാൻ അറിയാതെ തന്നെ അവരെന്ത് ചെയ്തു, ആ ആപ്പ് എനിക്ക് തന്നു. അതായത് LDCയുടെ ആപ്പ് എൻഡിങ് ആവുന്നതിൻ്റെ തൊട്ടുമുമ്പ്, അതായത് ഈ കംപ്ലയിൻ്റൊക്കെ കൊടുത്തതിന് ശേഷം അവരെനിക്ക് ഈ റാങ്ക് ഫയലിന് പകരം ആപ്പ് തന്നു. ആപ്പ് തന്നത് ഞാൻ അറിഞ്ഞില്ല, അവർ ഇൻഫോം ഒന്നും ചെയ്തില്ല അതിനിടയ്ക്ക്. അപ്പോൾ അതിന് ശേഷം അവർ ഇങ്ങനെ ആപ്പ് നിങ്ങൾക്ക് തരുന്നോ, ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് പറ്റി, സോറി അങ്ങനെ പറഞ്ഞൊന്നും ഒരിതുമില്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലാതെ തന്നെ അവരെന്ത് ചെയ്തു, ആപ്പ് തന്നു. അത് ഞാൻ അറിഞ്ഞതുമില്ല. ഞാനത് അറിയുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ സൈലത്തിൽ കൂടുതൽ പരസ്യങ്ങളും, അതായത് കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന പരസ്യങ്ങൾ കൂടുതലും ചെയ്യുന്നത് ജെറിൻ സാറാണ്. അപ്പോൾ ജെറിൻ സാർ പറയുന്നത് 999 രൂപയ്ക്ക് ഒരു ക്രാഷ് ബാച്ച്, അതായത് ഒരു എക്സാമിന് ലാസ്റ്റ് ഗ്രേഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അതിന് ഒരു 3 മാസത്തേക്ക് 999. അത് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ആദ്യമായിട്ട് ഞാൻ സൈലത്തിൻ്റെ ക്ലാസ് ആപ്പ് വഴി പർച്ചേസ് ചെയ്ത് കേൾക്കുന്നത്. അപ്പോൾ എനിക്കത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് ഒരു ക്രാഷ് ബാച്ചായിരുന്നു. അങ്ങനെ പർച്ചേസ് ചെയ്തു. അത് പർച്ചേസ് ചെയ്യാനായിട്ട് ഞാൻ കയറിയ സമയത്താണ് എനിക്കിങ്ങനെ ഈ ആപ്പ് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് അറിയുന്നത്. അങ്ങനെയാണ് സൈലത്തിലെ പെയ്ഡ് യൂസറായിട്ട് ഞാൻ കയറുന്നത്. ആദ്യമായിട്ട് 999 രൂപയ്ക്ക് ക്രാഷ് ബാച്ചിലാണ് ചേരുന്നത്. അതിന് ശേഷമാണ് അറിയുന്നത് LD തന്നിട്ടുണ്ട്. അപ്പോൾ അത് എൻഡിങ് ആയി തീരാറായ ആ കോഴ്സ് അവർ തന്നു. പിന്നെ ഞാൻ റാങ്ക് ഫയലൊക്കെ വിട്ടു. പിന്നെ അവരിങ്ങനെ തന്നേ, പിന്നെ ഞാനതങ്ങ് വിട്ടു മൊത്തത്തിൽ. അത് ഞാൻ പിന്നെ അങ്ങ് വിട്ടു. അതിനുശേഷം ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിനും പിന്നെ LD ബാച്ചിലും ഇപ്പോഴുള്ള നമ്മൾ എക്സാം വരുന്നതേ ഉള്ളൂ, അതിൻ്റെ പ്രിലിംസിനും ചേരുന്നു. അതിൻ്റെ ക്ലാസ്സുകളൊന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല. എനിക്കതങ്ങ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ക്ലാസ്സുകളുടെ എണ്ണവും മണിക്കൂറുകളും കൂടുന്നതുകൊണ്ട് എനിക്കതിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്താണ് ജെറിൻ സാറിൻ്റെ ഫ്രീ ക്ലാസ്സുകൾ ആപ്പിൽ അവൈലബിൾ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ആ ക്ലാസ്സുകൾ കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യാനും റിവിഷനും ഒരു ബാക്ക് ബോൺ സപ്പോർട്ടും ഉള്ളതായിട്ട്. അപ്പോൾ ജെറിൻ സാർ ഈ ഫ്രീ ആപ്പ് നമുക്ക് പ്രിലിംസിന് വേണ്ടി തരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആപ്പ് പർച്ചേസ് ചെയ്തു. ഇങ്ങനെയാണ് ട്രിക്റ്റേണി ക്ലാസ്സുകൾ തരുന്നതെന്നുള്ളതിനുള്ളൊരു മോഡലായിരുന്നു ആ ക്ലാസ്. അപ്പോൾ അതെനിക്ക് കൂടുതൽ യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇനി സൈലത്തിലേക്കില്ല ട്രിക്റ്റേണിലേക്കാണെന്ന് പറഞ്ഞത്. ചില ആൾക്കാർക്ക് ചിലത് ശരിയാവും, ചിലർക്ക് ചിലത് ശരിയായില്ല. എല്ലാവരും കമൻറ്റ് ചെയ്തതുപോലെ എവിടെ പഠിച്ചാലും നമ്മളേതായിട്ടുള്ള ഒരു എഫേർട്ട് എടുത്ത് പഠിച്ചാൽ മാത്രമേ ജയിക്കുള്ളൂ. അതൊരു സത്യമാണ്. ഞാനല്ലാതെ ടീച്ചേഴ്സിനെ മോശമായിട്ടോ അതിൻ്റെ ക്ലാസ്സുകൾ മോശമായിട്ടോ ഒന്നുമല്ല പറഞ്ഞത്. മൻസൂർ സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കേൾക്കാറുമുണ്ട്. ഞാൻ പറഞ്ഞത് ആപ്പിൻ്റെ വീണ്ടും പറയാണ്, ആപ്പിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആലത്തിൽ പഠിച്ചൊരു സെറ്റായിട്ട് പുറത്ത് വന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞു. അല്ല, ഞാൻ ഒരു ബേസ് എനിക്ക് PSC പഠനത്തിൽ എനിക്ക് ബേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ടാലൻറ്റ് അക്കാഡമിയിൽ നിന്നാണ്. പിന്നെ ടാലൻറ്റ് അക്കാഡമിക്ക് നമ്മളവിടെ നിന്നൊക്കെ മാറിയതുകൊണ്ടാണ് ടാലൻറ്റ് അക്കാഡമി പഠിക്കാതെ. പിന്നെ പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യം അല്ലാത്തതുകൊണ്ടാണ് ഓൺലൈൻ ക്ലാസ്സുകൾ ചൂസ് ചെയ്ത് പഠിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് മുകളിൽ നിൽക്കുന്ന ചാനലുകളെ കൊണ്ടുപോലും പരസ്യം ചെയ്യേണ്ട ഒരു ആവശ്യം ട്രിക്റ്റേണിലുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ട്രിക്റ്റേണും മാക്സും ഫോളോ ചെയ്യുന്നൊക്കെ അവർക്ക് മനസ്സിലാവും. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എത്ര കാശ് കിട്ടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കമൻറ്റ്. നിങ്ങൾക്ക് എത്ര കാശ് കിട്ടി, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് നാണമുണ്ടോ? അവർ ആ വീഡിയോ കേട്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ വീഡിയോയിൽ ആപ്പിനെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതെൻ്റെ വീഡിയോ. അപ്പോൾ ഇത്രയാണ് കാര്യം ഒന്ന് പറയണമെന്ന് തോന്നി. ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഞാൻ എൻ്റെതാണ് പറയുന്നത്, അല്ല നിങ്ങളാരും ഇനി സൈലം യൂസ് ചെയ്യരുത്, സൈലം മോശമാണ്, സൈലം ആപ്പ് പഠിപ്പിക്കുന്നത് ശരിയല്ല, വളരെ മോശമാണ്, അങ്ങനെയൊന്നും ഞാൻ കമൻറ്റിൽ പറഞ്ഞിട്ടില്ല, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ആപ്പ് ഞാൻ ഇനി പർച്ചേസ് ചെയ്യുന്നില്ല, എനിക്ക് ട്രിക്റ്റേണിലേക്കാണ് പോകുന്നത്. അതങ്ങനെ തന്നെയാണ്, ട്രിക്റ്റേണിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിനൊരു ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വീഡിയോ നമുക്കിനി ബുക്കിൻ്റെ ബാക്കി കാണാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ബുക്ക്, കറണ്ട് അഫെയറാണ്. ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ കറണ്ട് അഫെയർ പിന്നെ ഞാൻ ലോക ചരിത്രം എടുത്തിട്ടുണ്ട്, പിന്നെ OMR, പിന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. A5 സൈസിലാണ് കേട്ടോ പേപ്പർ വരുന്നത്. ഇതിപ്പോൾ കറണ്ട് അഫെയറിൽ 2023, 24, 25. 24 നമുക്ക് സ്കിപ്പ് ചെയ്യാം, എന്നാൽ 24 മെയിൻ പോയിൻറ്റ്സൊക്കെ ഒന്ന് നോക്കിയിരിക്കണം. 23 മരിച്ചു പോയ ആർക്കെങ്കിലും, അല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തെങ്കിലും മരണാനന്തര ബഹുമതി അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ കറണ്ട് അഫെയറൊക്കെ ഒന്ന് നന്നായിട്ട് ഇത് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കാരണം നമുക്ക് ഇത് കണ്ടോ, ഇത്രയൊരു വീതിയാണ് ഇതിൽ വരുന്നത്.
പേപ്പർ ക്വാളിറ്റിയൊക്കെ വളരെ നല്ല ക്വാളിറ്റിയാണ്. ഒരു 200 രൂപയ്ക്കകത്താണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഒന്നിൻ്റെ അല്ല, ഞാൻ പറഞ്ഞത് 4 കൂടി. പിന്നെ നമുക്ക് OMR 50 രൂപ. നമ്മൾ കോംബോ ആയിട്ടാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ OMR വെറും 50 രൂപ മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ. അതായത് 3 ബുക്ക് ഓർഡർ ചെയ്യുമ്പോൾ OMR നമുക്ക് 50 രൂപ. അല്ല, OMR മാത്രമാണെങ്കിൽ OMR ബുക്കിന് 100 രൂപയാണ്. ആസ്ഥ അക്കാഡമിയുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അവരപ്പോൾ വാട്സപ്പ് നമ്പർ തരും. അതനുസരിച്ചാണ് പേയ്മെൻറ്റ് ചെയ്ത് നമുക്കവർ ഓർഡർ അയക്കുന്നത്. DTDC വഴിയാണ് കൊറിയർ ചെയ്യുന്നത്. അവിടെ പോയി നമ്മൾ കളക്ട് ചെയ്യണം. ഹോം ഡെലിവറി ഉണ്ടോ എന്ന് അറിയില്ല. ഇതിലിപ്പോൾ 120, 130 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത്രയും റേറ്റ് ഇല്ല. നമ്മളിങ്ങനെ കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വലിയൊരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അതിനേക്കാളും ബെറ്റർ ഇത് പെട്ടെന്ന് പഠിച്ചു തീരാനുള്ള ഈസി മെത്തേഡാണ്. പിന്നെ ഇന്ത്യൻ ഭരണഘടന നമ്മുടെ ഇപ്പോഴുള്ള ലാസ്റ്റ് ഗ്രേഡ് എക്സാമിൻ്റെ സിലബസിനുള്ളിൽ വരുന്ന മെയിൻ പോയിൻറ്റ്സ് എല്ലാം ഇതിൽ ഈസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ദേശീയ ഗാനം, ചിഹ്നങ്ങളൊക്കെ വല്ല ദേശീയ ഗീതം അങ്ങനെ വരുന്നത് ഈ ബുക്ക് നോക്കിയാണ് ഞാൻ പെട്ടെന്ന് കവർ ചെയ്ത് തീർത്തത്. കാരണം മറ്റ് ബുക്ക് നോക്കി പഠിക്കുമ്പോൾ നമ്മുടെ ബുക്കിൻ്റെ ഒരു വലിപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റുമെന്ന് തോന്നും. അതുപോലെ ഈ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഈസി. ആദ്യത്തെയൊക്കെ എൻ്റെ കയ്യിലുള്ള റാങ്ക് ഫയലൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടേ ഇല്ല. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കിനെ പർച്ചേസ് ചെയ്ത് വാങ്ങുന്നത് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഏത് റാങ്ക് ഫയലാണോ ഇഷ്ടം അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ വാങ്ങിയത് ഇപ്പോൾ ആസ്ഥ അക്കാഡമിയുടെ ഈ ഒരു ചെറിയ ബുക്കാണ്. ഈ ചെറിയ ബുക്ക് വേറെ ആരും ഇറക്കിയിട്ടില്ല കേട്ടോ. ആസ്ഥ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ രൂപയുടെയും അശോക സ്തംഭത്തിൻ്റെയും ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പേപ്പർ ക്വാളിറ്റിയൊക്കെ നല്ല രീതിക്ക് തന്നെ ഉണ്ട്. ഇത് നമ്മളുടെ ഇപ്പോൾ വരാൻ പോകുന്ന LD പ്രിലിംസിൻ്റെ ഒരു മെയിൻ ടോപ്പിക്കായിട്ട് തന്നെ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇതൊക്കെ കവർ ചെയ്ത് ഒന്ന് റിവിഷൻ ചെയ്യാനായിട്ട് എടുത്തപ്പോഴാണ് നിങ്ങളെ കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സസും ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഫ്രീ ക്ലാസ്സസ്സാണ്. യൂട്യൂബിലൊക്കെ എല്ലാവരും ഫ്രീ ക്ലാസ്സസ് ആണല്ലോ. അപ്പോൾ അത് നല്ലൊരു യൂസ്ഫുള്ളാണ്, നമുക്ക് വായിച്ച് തീർക്കാൻ എളുപ്പം. പിന്നെ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടത് വലിയ റാങ്ക് ഫയൽ ഞാൻ ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിന് 3 റാങ്ക് ഫയലാണ് വാങ്ങിയിട്ടുള്ളത്. അത് ടാലൻറ്റ് അക്കാഡമിയിലാണ്. ഞാൻ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് നോട്ടും എഴുതി യൂട്യൂബ് ക്ലാസ്സും കേട്ട് കഴിഞ്ഞ് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരു 10% ഒഴിച്ച് ബാക്കി ഫുള്ളും ഫിനിഷായി. ബാക്കിയുള്ളത് കറണ്ട് അഫെയറാണ്. അപ്പോൾ ഈ ഇന്ത്യൻ ഭരണഘടന ഇത് കൂടാതെ സയൻസ് അവർ ഇറക്കിയിട്ടുണ്ട്. വേറെ കുറേ ബുക്കുകൾ ഇങ്ങനെ ഈ A5 സൈസിൽ ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഇത്രയാണ് ഇപ്പോൾ പർച്ചേസ് ചെയ്തത്. കൂടെ ഈ കറണ്ട് അഫെയറും ഈ ഇന്ത്യൻ ഭരണഘടനയൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ സാറിൻ്റെ ഷോർട്ട് വീഡിയോസ് സാർ തന്നെ ഈ ബുക്കുകളെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കാണ് വാങ്ങാൻ കേട്ടോ. ഇതൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബുക്ക് തന്നെയാണ്. നല്ല ബുക്കാണ്. നമുക്ക് വായിക്കാനൊക്കെ തോന്നുന്നതും പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. 1-2 ദിവസം തന്നെ വേണ്ട ഈ ബുക്ക് കവർ ചെയ്യാൻ. ഒരു ദിവസം ഫുള്ളും വായിച്ച് തീർത്തിട്ട് നമുക്ക് അടുത്ത ദിവസം റിവിഷനും ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് കണ്ടോ. ഇങ്ങനെയാണ് ഇൻഡെക്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. നല്ല രീതിക്ക് തന്നെയാണ് കേട്ടോ ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബുക്കിൽ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് വിരലിൽ എണ്ണാവുന്ന ദിവസം മാത്രമേ പ്രിലിംസിനുള്ളൂ. പിന്നെ 22-ാം തീയതി ഉള്ളവർക്ക് കുറച്ചും കൂടി ഡേയ്സ് കിട്ടും. അവരൊക്കെ നന്നായിട്ട് എക്സാം കവർ ചെയ്യാൻ നോക്കുക. ഫിനിഷ് ചെയ്യാത്ത പോർഷൻസൊക്കെ കവർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഒക്കാപീഡിയയുടെ റാങ്ക് ഫയൽ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക്, അതായത് ഗൈഡല്ല, റാങ്ക് ഫയലല്ല, ഒരു സ്പെഷ്യൽ ടോപ്പിക് SCRTC ബുക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഈ ആഴ്ച കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് വരുമ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. ബൈ ബൈ, താങ്ക് യു.